പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മനോഹരമായ ക്യാമ്പിന് ശേഷം വീണ്ടും നിങ്ങളെ കാണുവാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. 1450-ലധികം കുഞ്ഞുങ്ങൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത ആ ക്യാമ്പ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നുവെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുകയാണല്ലോ. അതിൻ്റെ പുരോഗതി വിലയിരുത്തുവാനായിട്ട് ഒരു ഓൺലൈൻ ടെസ്റ്റ് നവംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച 2 മണി മുതൽ 3 മണി വരെ നടത്തുകയാണ്. എല്ലാ കൂട്ടുകാരും വാട്സപ്പിലൂടെ ലഭിക്കുന്ന ലിങ്കിലൂടെ അവരവരുടെ ക്ലാസ്സുകളുടെ പരീക്ഷകളിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വാർഷിക പരീക്ഷ ജനുവരി മാസം 2-ാമത്തെ ഞായറാഴ്ച നടക്കുകയാണ്. നവംബർ മാസം 30-ന് മുമ്പ് പ്രാദേശിക സഭകളിൽ നിന്ന് രേഖാമൂലം ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അയച്ചു കൊടുക്കുവാനായിട്ട് സൺഡേ സ്കൂൾ സ്റ്റേറ്റ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൺഡേ സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ, ഹെഡ് മാസ്റ്ററോ ലോക്കൽ സഭയിലെ ശുശ്രൂഷകനോ സ്റ്റേറ്റ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുണ്ട് എന്നുള്ള വിവരം ഞങ്ങളെ അറിയിക്കുവാനായിട്ട് ഉത്സാഹിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം അനുഗ്രഹമായി നടക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലോ, പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ സൺഡേ സ്കൂളിന് കഴിഞ്ഞ ആഴ്ച പഠിച്ച കഥയെ ഓർക്കുന്നുണ്ടോ? ആരെക്കുറിച്ചായിരുന്നു പഠിച്ചേ? തയ്യക്കാരിയുടെ കഥ. എന്നിട്ട് ആരായിരുന്നു അത്? തബീത അല്ലേ? യോപ്പയിലുള്ള പേടമാൻ എന്നർത്ഥമുള്ള തബീതയുടെ കഥയായിരുന്നു. തബീത മരിച്ചു പോയിരുന്നു. തബീതയെ ഉയർപ്പിച്ചത് ആരായിരുന്നു? പത്രോസ് അപ്പോസ്തലൻ അല്ലേ? പത്രോസ്, യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസാണ് എന്ത് ചെയ്തത്? യേശുവിൻ്റെ നാമത്തിൽ തബീതയെ ഉയർപ്പിച്ചത്. ഇന്ന് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര കഷ്ടം നിറഞ്ഞ, ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു അനുഭവത്തിൽ, ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിൽ പത്രോസിനെ ദൈവം എങ്ങനെ വിടുവിച്ചുവെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ സുവിശേഷം പറഞ്ഞത് നിമിത്തം, മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞത് നിമിത്തം തടവിലാക്കപ്പെട്ട പല സന്ദർഭങ്ങളെ നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ കാണാൻ കഴിയും. ആ സമയത്ത് ഹെരോദ അഗ്രിപ്പ ഒന്നാമൻ എന്ന രാജാവായിരുന്നു പലസ്തീൻ്റെ നാട് ഭരിച്ചിരുന്നത്. നമുക്ക് 3 ഹെരോദ രാജാക്കന്മാരെ കാണാൻ പറ്റും. അവർക്കൊക്കെ ഹെരോദ വ്യത്യസ്തമായ സമയത്ത് ഉണ്ടായിരുന്ന ഹെരോദ രാജാക്കന്മാരായിരുന്നു. ഒന്ന്, യേശുവിൻ്റെ ജനന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഹെരോദ രാജാവ് ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ തലവെട്ടിയ വേറൊരു ഹെരോദ രാജാവ് ഉണ്ടായിരുന്നു, ഹെരോദ അന്തിപ്പാസ്. എന്നാൽ ഇവിടെയുള്ള രാജാവിൻ്റെ പേര് ഹെരോദ അഗ്രിപ്പ ഒന്നാമൻ, ഹെരോദ് അഗ്രിപ്പ ദി ഫസ്റ്റ്. ഈ രാജാവിൻ്റെ സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ സുവിശേഷ നിമിത്തം തടവിലാക്കപ്പെട്ടു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസും 2 പ്രാവശ്യത്തോളം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതിൽ നിന്ന് പുറത്തു വന്നു. ആദ്യ ഒരു പ്രാവശ്യം ജയിലിൽ അടയ്ക്കപ്പെട്ടു, പുറത്തു വന്നു. 2ാമത് പിന്നെയും ജയിലിൽ അടയ്ക്കപ്പെട്ടു, പുറത്തു വന്നു. പെസഹ പെരുന്നാളിന്റെ സമയത്ത് ഹെരോദ അഗ്രിപ്പ രാജാവ് യോഹന്നാന്റെ സഹോദരനായ, നമ്മൾ സെബദി മക്കൾ എന്ന് പഠിച്ചില്ലേ? യേശുവിന്റെ കൂടെ എപ്പോഴും നടന്ന 3 ശിഷ്യന്മാര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ യാക്കോബിനെ, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ എന്ത് ചെയ്തെന്നറിയാമോ? തടവിലാക്കിയിട്ട് വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. ഇത് കണ്ട് യഹൂദന്മാർക്ക് ഭയങ്കര സന്തോഷമായി. യഹൂദന്മാർക്ക് സന്തോഷമായി നിറഞ്ഞ ഹെരോദ രാജാവിന് ആവേശമായി. ഹെരോദ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ?
പത്രോസിനെയും പിടിച്ചു. സഭയുടെ ആ ദൈവദാസന്മാരില് നേതാവായിരുന്ന പത്രോസിനെയും പിടിച്ചു. യഹൂദന്മാർക്ക് പിന്നെയും ഇഷ്ടമാകുമെന്ന് വിചാരിച്ചാണ് എന്ത് ചെയ്തത്? പത്രോസിനെയും പിടിച്ചത്. അങ്ങനെ 3-ാം പ്രാവശ്യം പത്രോസ് തടവിലായി. ആ സമയത്ത് പത്രോസ് തടവിലാക്കപ്പെട്ട സമയത്ത് യഹൂദന്മാരുടെ 2ാമത്തെ പെരുന്നാളായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ദിവസമായിരുന്നു. ഏത് പെരുന്നാളിന്റെ? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അത് എത്രാമത്തെ പെരുന്നാളാണ്? യഹൂദന്മാരുടെ 2ാമത്തെ പെരുന്നാളായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞിട്ട് പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പത്രോസിനെ കൊന്നു കളയണമെന്ന് ആര് തീരുമാനിച്ചിരുന്നു? നമ്മുടെ ഹെരോദ രാജാവ് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്ന് വിചാരിച്ച് രാജാവ് എന്തു ചെയ്തെന്നറിയാമോ കൂട്ടുകാരെ? 4 സോൾജിയേഴ്സ്, 4 പട്ടാളക്കാർ വീതമുള്ള 4 കൂട്ടം എന്ത് ചെയ്തു? 4 സ്ക്വാഡ്സിനെ, 4 സോൾജിയേഴ്സ് ഉൾപ്പെടുന്ന 4 സ്ക്വാഡ്സിനെ എന്ത് ചെയ്തെന്നറിയാമോ? ഈ പത്രോസിനെ കാരാഗൃഹത്തില് സൂക്ഷിക്കാൻ വേണ്ടി വെച്ചു. ഒരു മനുഷ്യനെ അല്ലേ, ഈ തടവ് പുള്ളിയെ സൂക്ഷിക്കാൻ വേണ്ടി ഇത്രയും പേരെ വെച്ചു. പത്രോസിനെ തടവിൽ സൂക്ഷിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക്, സഭയിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഒരു തരത്തിൽ എന്ത് ചെയ്യില്ല, ഈ പ്രാവശ്യം രക്ഷപ്പെടാൻ സാധ്യമല്ല. എങ്കിലും അവർ ദൈവത്തെ നന്നായി വിശ്വസിച്ചു. എന്ത് ചെയ്തെന്നറിയാമോ? സഭ നന്നായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പത്രോസ് കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട് തലേ രാത്രി, അതിന്റെ തലേ ദിവസം പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. കേൾക്കണോ കുഞ്ഞുങ്ങളെ? പത്രോസിന്റെ 2 കൈകളുണ്ടല്ലോ. ഒരു കൈ ഒരു പടയാളിയുടെ കയ്യിലും, മറ്റേ കൈ വേറൊരു പടയാളിയുടെ കയ്യിലും. പത്രോസ് രക്ഷപ്പെട്ട് ഓടാതിരിക്കാൻ വേണ്ടി ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടേക്കുമായിരുന്നു. ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, പത്രോസ് പുറത്ത് ചാടരുത്. അതിനുവേണ്ടി 2 ചങ്ങലകളും 2 ചേവകരുടെ അല്ലെങ്കിൽ 2 പടയാളികളുടെ 2 പട്ടാളക്കാരുടെ കയ്യിൽ ബന്ധിച്ച് ഇട്ടേക്കുമായിരുന്നു. പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങി. നല്ല ഒരു സമാധാനം പത്രോസിനുണ്ടായിരുന്നു കാണും അല്ലേ? നാളെ കൊല്ലുവാൻ കൊണ്ടുപോകണമെന്നോ എന്നൊന്നും ചിന്തയില്ല. പത്രോസ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പത്രോസിനെ തോളിൽ ആരോ തട്ടി. ഇത്രയും കാരാഗ്രഹത്തിലെ കാവൽക്കാർ ഉണ്ടായിരുന്ന ഈ ചേവകരുടെ ഇടയിൽ ആരാണ് തന്നെ തട്ടിയത്? പടയാളികളുടെ നടുവിൽ കിടന്ന പത്രോസ്, ഉറങ്ങിക്കൊണ്ടിരുന്ന പത്രോസിനെ ആരാണ് തട്ടിയത്? അതേ കുഞ്ഞുങ്ങളെ, കർത്താവിന്റെ ഒരു ദൂതൻ കാരാഗ്രഹത്തിൽ അകത്ത് ആർക്ക് പ്രത്യക്ഷനായി? പത്രോസിന് പ്രത്യക്ഷനായി. അവിടെ വലിയൊരു വെളിച്ചം പ്രകാശിച്ചു. എന്നിട്ട് ദൂതൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. പത്രോസ് ഓർത്തു, ഞാനൊരു സ്വപ്നം കാണുകയാണോന്ന്. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഉണർത്തിയ സമയത്ത്, വിലാപ്പുറത്ത് തട്ടി ഉണർത്തിയ സമയത്ത് കയ്യിലെ 2 കൈയിലെയും ചങ്ങല എന്ത് ചെയ്തു? കയ്യിൽ നിന്ന് അഴിഞ്ഞു വീണുപോയി. എന്നിട്ട് ദൂതൻ പത്രോസിനോട് പറഞ്ഞു, നീ ചെരുപ്പിട്ടിട്ട് നിന്റെ വസ്ത്രം പൊതിച്ചിട്ട് എന്റെ പുറകെ വരാൻ പറഞ്ഞു. അങ്ങനെ പത്രോസ് ദൂതന്റെ പുറകെ പോയി. ദൂതൻ കാരാഗ്രഹത്തിന്റെ ആദ്യത്തെ വാതിൽ, 1-ാം വാതിലെത്തി. കാരാഗ്രഹത്തിന്റെ വാതില് അത്ഭുതം എന്ന് പറയട്ടെ, അത് തുറന്നു. 2-ാം വാതിലെത്തി, അതും തുറന്നു. 1-ാം വാതില് കടന്നു, 2-ാം വാതില് കടന്നു. അവസാനം പട്ടണത്തിന്റെ വാതിക്കലോട്ടുള്ള ഇരുമ്പ് വാതിക്കല് എത്തി. എവിടെത്തി? പട്ടണത്തിന്റെ വാതിക്കലോട്ടുള്ള ഇരുമ്പ് വാതിക്കൽ എത്തിയിട്ട് എന്ത് സംഭവിച്ചു? ഇരുമ്പ് വാതിലും തനിയെ തുറന്നു. അയൺ ഗേറ്റ് എന്ത് ചെയ്യുന്നറിയാമോ? തന്നെ തുറക്കുകയുണ്ടായി. നോക്കൂ,
എത്ര ബലമുള്ള ആ വാതിലാണല്ലേ പത്രോസിന്റെ മുമ്പ് തുറക്കപ്പെട്ടത്. ആ അവരെവിടെ എത്തിയെന്നറിയാമോ? പട്ടണത്തിന്റെ തെരുവിലെത്തി, സ്ട്രീറ്റിലെത്തി. അവരെവിടെത്തി? സ്ട്രീറ്റിൽ, പട്ടണത്തിന്റെ തെരുവിലെത്തി. ഉടനെ ദൂതൻ പത്രോസിനെ വിട്ട് പോയി. പത്രോസ് ഓർത്തു, ഞാൻ എന്തോ സ്വപ്നം കാണുവാണ് ചോദിച്ചു. അപ്പോഴാ പത്രോസിന്റെ മനസ്സിലായി, അയ്യോ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നേ? ആ പട്ടണത്തിന്റെ തെരുവിലാണല്ലോ, ഈ സ്ട്രീറ്റിലാണല്ലോ. അത്ഭുതം തന്നെ, ദൈവം എന്നെ വിടുവിച്ചോ. അപ്പോൾ പത്രോസിന് അറിയാമായിരുന്നു അവിടെ യോഹന്നാന്റെ, മർക്കോസ് എന്ന ആളിൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ കുറച്ച് പേരിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവിടെ ആൾക്കാർ കാണുമെന്ന് വിചാരിച്ച് പത്രോസ് എന്ത് ചെയ്തു? ആ മറിയയുടെ വീട്ടിലേക്ക്, മർക്കോസ് എന്ന ആളിൻ്റെ അമ്മ മറിയയുടെ വീട്ടിലേക്ക് എന്ത് ചെയ്തു? പോയി. അവൻ ഗേറ്റിൽ പടിപ്പുര വാതിക്ക് വന്ന് മുട്ടി ശബ്ദം കേട്ടപ്പോഴേ വാതിൽ തുറക്കാൻ വന്നത് ആരായിരുന്നു എന്നറിയാമോ? രോധ എന്ന സ്ത്രീയായിരുന്നു. രോധ എന്ന ബാല്യക്കാരിയായിരുന്നു. മുട്ട് കേട്ടിയപ്പോഴേ ഈ രോധയ്ക്ക് തോന്നി, ഇത് പത്രോസ് തന്നെയാ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പത്രോസ് തന്നെയാ ഇതെന്ന് മനസ്സിലായി. എന്ത് ചെയ്തെന്നറിയാമോ? രോധ ഓടിച്ചെന്ന്, കതവ് തുറന്നു കൊടുത്തില്ല, രോധ ഓടിച്ചെന്ന് സന്തോഷം കൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞു, ഇത് പത്രോസ് വന്നു, പത്രോസിനെ ദൈവം വിടുവിച്ചു. ഉടനെ അവിടെ നിന്ന ആൾക്കാര്, പത്രോസിനെ ദൈവം വിടുവിക്കാൻ ഒരു സാധ്യതയില്ല, ഇവക്ക് എന്ത് പറ്റി, നിനക്ക് നീ ശരിക്കും നോർമലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല, ഞാൻ ശരിക്കും പത്രോസിന്റെ ശബ്ദം തന്നെയാ കേട്ടത്, പത്രോസ് തന്നെയാ കതകെ മുട്ടുന്നതെന്ന് പറഞ്ഞു. അവര് വാതിൽ തുറന്നു നോക്കി. കുഞ്ഞുങ്ങളെ, അവിടെ ആരാ നിന്നത്? പത്രോസ്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് വായും കൊണ്ട് ആക്ഷൻ കാണിച്ചു. വായും കൊണ്ട് വിരലും കൊണ്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത്, ഞാൻ എല്ലാ കാര്യവും പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പത്രോസ് തന്നെ ദൂതൻ വിടുവിച്ച കാര്യവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് പത്രോസ് ആ സ്ഥലത്തുനിന്ന് മാറിപ്പോവാൻ തീരുമാനിച്ചു. അതിനുശേഷം കുഞ്ഞുങ്ങളെ, ഈ ഹെരോദ രാജാവിന് പക്ഷേ അധികം നാൾ ആയുസ് ദൈവം കൊടുത്തില്ല. ഹെരോദ രാജാവിനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹെരോദ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? കൃമിക്കിരയായിട്ട് മരിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നു. ദൈവം എന്ത് ചെയ്തു? പത്രോസിനെ വിടുവിച്ചു. താൻ ഭയപ്പെട്ട ആ കാര്യത്തെ ദൈവം എന്ത് ചെയ്തു? എടുത്ത് മാറ്റിക്കളഞ്ഞു. കുഞ്ഞുങ്ങളെ, നമ്മൾ കഥയിൽ കേട്ടതുപോലെ പത്രോസ് കാരാഗൃഹത്തിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അല്ലേ? പത്രോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു, തൻ്റെ കാര്യം ആര് നോക്കിക്കോളും? ദൈവം നോക്കിക്കോളും എന്നല്ലേ? അതേസമയം പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഭയെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണേ എന്ന് അല്ലേ? ഞങ്ങൾക്ക് ആർക്കും ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ പ്രിയ ദൈവദാസനായിരിക്കുന്നത്. അവിടേക്ക് ആര് ചെല്ലണം? ദൈവം തന്നെ ചെല്ലണം. ആ പ്രാർത്ഥന ആര് കേട്ടു? സ്വർഗം കേട്ടു. അതുപോലെ തന്നെ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് പത്രോസിനെ വിടുവിച്ചു. നമ്മളുടെ ചില സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാനേജ് ചെയ്യാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ ആർക്ക് പ്രവർത്തിപ്പാൻ കഴിയും? ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നോ? നമ്മൾക്ക് ചെന്നെത്തി കാര്യങ്ങൾ നേരെയാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ആരും ഇറങ്ങി വരും? ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിക്കും. അത് സത്യമായ കാര്യമാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സാധ്യമാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ എന്താവശ്യമാണ്? അതിൻ്റെ പുറകിൽ പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നോക്കിയാട്ടെ, പേജ് നമ്പർ 122, 122-ാമത്തെ പേജ് നോക്കിയാട്ടെ. ഒന്നാമത്തെ ചോദ്യം, പത്രോസിനെ തടവിലാക്കിയ രാജാവ് ആരായിരുന്നു കുഞ്ഞുങ്ങളെ? ഹെരോദാവ്. വെറും ഹെരോദാവാണോ? അല്ല. ഹെരോദാവ് അഗ്രിപ്പ
ഒന്നാമൻ അല്ലേ? ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമൻ. വേറെ ഹെരോദാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമൻ. മറക്കരുത്. രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ രക്തസാക്ഷിയായി മരിച്ച അപ്പോസ്തോലൻ എന്ന് വെച്ചാൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ആദ്യം രക്തസാക്ഷിയായി അല്ലെങ്കിൽ ആദ്യം കൊല ചെയ്യപ്പെട്ട് യേശുവിന് വേണ്ടി കൊല ചെയ്യപ്പെട്ട് മരിച്ച വ്യക്തി ആരാണ്? അതെ, യാക്കോബ് അപ്പോസ്തോലൻ. യാക്കോബാണ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ആദ്യം യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ട വ്യക്തി. ഓക്കെ, രക്തസാക്ഷിയായ വ്യക്തി. മറക്കരുത്, യാക്കോബ് അപ്പോസ്തോലനാണ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ആദ്യം രക്തസാക്ഷിയായി മരിച്ച അപ്പോസ്തോലൻ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഹെരോദാവ് പത്രോസിനെ പിടിച്ചത് എന്തുകൊണ്ടാണ്? എന്ത് കാരണം കൊണ്ടാണ് പത്രോസിനെയും കൂടെ പിടിച്ച് ജയിലിലാക്കിയേ? യാക്കോബ്, യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്ന് കണ്ട് പത്രോസിനെയും പിടിച്ച് തടവിലാക്കി. ഓക്കെ, അടുത്ത ചോദ്യമേ, നാലാമത്തെ ചോദ്യം, യഹൂദന്മാരുടെ രണ്ടാമത്തെ പെരുന്നാൾ ഏതാണ്? ആ പെരുന്നാളിൻ്റെ സമയത്താണ് പത്രോസിനെ തടവിലാക്കിയത്. ഏത് പെരുന്നാളാണ്? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. മറക്കരുത്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, പത്രോസിനെ എങ്ങനെയാണ് തടവിൽ സൂക്ഷിച്ചത്? 4 പട്ടാളക്കാർ വീതമുള്ള 4 കൂട്ടമായി ഉള്ള പട്ടാളക്കാരെ കാവലായി നിർത്തിക്കൊണ്ട് പത്രോസിനെ എന്ത് ചെയ്തു? കാരാഗൃഹത്തിൽ അടച്ചു. അങ്ങനെയാണ് പത്രോസിനെ തടവിൽ സൂക്ഷിച്ചത്. ആറാമത്തെ ചോദ്യം, കാരാഗൃഹത്തിൽ രാത്രിയിൽ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? പത്രോസിന് മുമ്പിൽ വന്നത് ആരാ? കാരാഗൃഹത്തിലുള്ള ആരെങ്കിലും ആണോ? അല്ല. ആരാണ്? ദൈവത്തിൻ്റെ ദൂത്. ഏഴാമത്, രക്ഷപ്പെട്ട പത്രോസ് ആരുടെ വീട്ടിലേക്കാണ് പോയത്? യോഹന്നാൻ മർക്കോസ് എന്ന വ്യക്തിയുടെ അമ്മയുടെ വീട്ടിലേക്ക്. അവിടെ എന്ത് സംഭവിക്കുകയായിരുന്നു? കുറേ പേർ ഇരുന്ന് പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സഭ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അടുത്ത എട്ടാമത്തെ ചോദ്യം, പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ബാല്യക്കാരിയുടെ പേരെന്ത്? എന്താണ്? രോധ. മിടുക്കരാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ വാക്യം കൂടെ പഠിക്കാം. ഒന്ന് നോക്കിയാട്ടെ, ഏതാണ് വാക്യം? ഇയ്യോബിൻ്റെ പുസ്തകം, ഇയ്യോബ് 5:12. എത്രയാണ്? ഇയ്യോബ് 5:12. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. ഇംഗ്ലീഷിൽ വാക്യം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ജോബ് chapter 5 verse 12. He frustrates the devices of the crafty so that their hands cannot carry out their plans. ഒന്നുകൂടെ നോക്കിയാട്ടെ. ജോബ് chapter 5 verse 12. He frustrates the devices of the crafty so that their hands cannot carry out their plans. Okay. കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ? ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരുന്നോ? ഇനി എത്തുന്നില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ മറക്കാതെ ടാസ്ക് എങ്കിലും ചെയ്തിട്ട് അയക്കണം. ഓക്കെ, ഇനി എപ്പോഴും ഒരു പരീക്ഷ ഇടണമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ടാസ്ക് എന്തായിരുന്നു? നമ്മൾ റിവിഷൻ ടാസ്ക് ആയിരുന്നു അല്ലേ? അപ്പോൾ ആദ്യം 15 chapter 16 to 20 പഠിച്ചു. കഴിഞ്ഞ ആഴ്ച ഏതായിരുന്നു? 21 to 25 പഠിച്ചു. ഇനിയിപ്പോൾ ഈ ആഴ്ച റിവിഷൻ ടാസ്ക് ഏതാണ്? അതെ, മറക്കാതെ 26 to 30 chapter 30. ഇത്രയും ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ആഴ്ചത്തേക്ക് മറക്കാതെ പഠിക്കണം. ഓക്കെ, അത് പഠിച്ചിട്ട് എന്ത് ചെയ്യണം? എൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ സ്റ്റോറി ആദ്യം വായിക്കണം, ക്വസ്റ്റ്യൻസ് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ വാക്യം, 5 പാഠത്തിൻ്റെയും വാക്യം
കാണാതെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ അതിൻ്റെ ഇമേജ് സെൻഡ് ചെയ്യണം. മറക്കരുത് കേട്ടോ. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ എക്സാം നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എങ്കിലും സാറ്റർഡേ നൈറ്റൊക്കെ ഇരുന്ന് ചെയ്ത് നിങ്ങൾ ഇത് അയയ്ക്കുക. ഓക്കെ, നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് പഠിച്ച പാഠം നമ്മൾ മറക്കരുത്. നമ്മളെ ഏത് കാരാഗ്രഹത്തിലായിരുന്നാലും അതിൽ നിന്ന് വിടിയിപ്പാൻ ദൈവത്തിന് സാധ്യമാണ്. ഓക്കെ, കണ്ണുകളടച്ചാണ്. പരിശുദ്ധനായ കർത്താവെ, ഇന്ന് ഞങ്ങൾ കർത്താവെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ച് പഠിക്കുവാനിടയായി തീർന്നു. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ ഞങ്ങളുടെ കുറച്ച് സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ കരം ചലിപ്പിക്കണമേ. ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നിടത്ത് ദൈവത്തിൻ്റെ ആ കൃപ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പശ്ച, അങ്ങയുടെ വീര്യം പ്രവർത്തിക്കുന്ന കൈ ഒരിക്കലും ഒരിടത്തും മാഞ്ഞു പോകുകയില്ല, ഒരിടത്തും അതില്ലാതാകുകയില്ല എന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, അവരുടെ കർത്താവെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ വിശ്വാസം വർദ്ധിക്കുമാർ കർത്താവ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. കർത്താവെ, ഈ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യണമേ. അതൊരു സാക്ഷ്യമായി വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ഇടപെടലിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായ സ്തോത്രം, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച കാണാം ദൈവം അനുവദിച്ചാൽ. ഓക്കെ, ബൈ.